പോയിട്ട് വരാം, ബായ്. ഹായ്, ഹലോ, നമസ്തേ, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കൂളിലോട്ട് യാത്രയാക്കാം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും രാവിലത്തെ ഗുസ്തി ഇതായിരിക്കും. രാവിലെ ഉറക്കം എണീക്കാനാണ് എല്ലാ കുട്ടികൾക്കും മടി. അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ നമ്മളെ ഉണർത്തും അല്ലേ. രാവിലെ സന്തോഷത്തോടെ ഉണർത്തണമെന്നാണ് പറയുന്നത്. എന്നാലേ അവർക്ക് ആ ദിവസം മുഴുക്കെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് സ്നേഹവും തലോടലൊക്കെ ആയിട്ട് മോനെ ഉണർത്തുകയാണ്. അങ്ങനെ ആദ്യത്തെ ദിവസമായിട്ട് 2 മാസം വെക്കേഷന് ശേഷം ഇന്ന് സ്കൂൾ തുറക്കുകയാണ്. അതുകൊണ്ടൊരു ത്രില്ലൊക്കെ അവനുണ്ട്. അങ്ങനെ ആ സന്തോഷത്തിലാണ് ഇന്ന് എണീച്ചത്. നേരത്തെ എണീച്ചിട്ടുണ്ട്, ഇന്നത്തെ കാലം നേരത്തെ, അല്ലെങ്കിൽ എന്ത് മടിയാണെന്ന് അറിയാമോ രാവിലെ എണീക്കാനേ. കണ്ണൊക്കെ തിരുമ്മി ഇതാ എണീച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം, സ്കൂളിലോട്ട് പോകാമോ മോനെ? അപ്പോൾ എന്നിട്ട് രാവിലെ ബ്രഷൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഇവൻ്റെ ഫുഡ് കഴിച്ചതെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ് കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ ഇന്നത്തെ ദിവസം പെട്ടെന്ന് കഴിച്ചു. അങ്ങനെ നമുക്ക് ഒരുക്കി എടുക്കാം മോനെ. ഇതാ ഡ്രസ്സ് ഇതാണ്, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ ഒരുങ്ങി സുന്ദരനായിട്ടുണ്ട് എൻ്റെ മോൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതാണ് പുതിയ ഡ്രസ്സ്. അവിടെ നിന്ന് കളർ ഡ്രസ്സാണ് ഇന്ന് സ്കൂളിലത്തേക്ക്. അപ്പോൾ നമ്മളെല്ലാം രണ്ടുപേരും കൂടെ സ്കൂളിൽ പോയിട്ട് അവിടുത്തെ ആഘോഷങ്ങളൊക്കെ കണ്ടിട്ട് വരും. ഇന്ന് പഠിത്തമൊന്നുമില്ല കേട്ടോ, ആഘോഷം മാത്രമേ ഉള്ളൂ. പ്രവേശനോത്സവം, കുഞ്ഞു പിള്ളേർക്കുള്ള പ്രവേശനോത്സവം, 1ാം ക്ലാസ്സിലോട്ട് പുതുതായിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ പ്രവേശനോത്സവം നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്കൂളിൽ പോയിട്ട് വരാം. ഓക്കെ, ബായ്. അങ്ങനെ പുതിയ ബാഗും ഡ്രസ്സും ചെരുപ്പും എല്ലാം ഇട്ട് റെഡിയായി ഇറങ്ങുകയാണ്, യാത്രയാവുകയാണ് സ്കൂളിലോട്ട്. നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഇന്നത്തെ ദിവസം കാരണം പഠിത്തമൊന്നും ഇല്ലല്ലോ. പിന്നെ 2 മാസത്തേക്ക് ശേഷം ഒരുപാട് പിള്ളേരെ കാണാം, പിന്നെ പുതിയ കൂട്ടുകാരെ കിട്ടും. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി സ്കൂളിലോട്ട് പോയത്. സ്കൂളിലെത്തിയിട്ടുണ്ട്. അവിടെ എല്ലാ ഡെക്കറേഷനൊക്കെ ആയിരിക്കുന്നു, നല്ല രസമായിട്ടുണ്ട്. പുതിയ കുട്ടികൾക്ക് സ്വാഗതമാണ്. അവിടെ ജയിച്ച കുട്ടികളുടെയൊക്കെ ഫോട്ടോയാണ് വെച്ചിട്ടുള്ള അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്കൂളിലൊക്കെ എത്തിയിട്ടുണ്ട്. ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ വിദ്യാലയത്തിലേക്ക് നമുക്ക് സ്വാഗതം. പിന്നെ നമുക്ക് ഇവിടെ അവൻ്റെ ഫ്രണ്ടിനെയൊക്കെ കണ്ടിട്ടുണ്ട്. ആദ്യമേ കെട്ടിപ്പിടുത്തമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാം നല്ല ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് സ്കൂളാണ്, അവന് 4ലോട്ടാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഈ സ്കൂളിൽ പഠിക്കുന്ന അവന് വലിയ ഹാപ്പിയാണ്. അവൻ അവിടെ പ്രവേശനോത്സവത്തിന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രിമാരും MLA മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ കുട്ടികൾക്ക് ബലൂണും തൊപ്പിയൊക്കെ വെച്ച് അലങ്കരിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട് നിങ്ങളുടെ സ്കൂൾ ലൈഫൊക്കെ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ പണ്ടത്തെ കാര്യങ്ങളൊക്കെ. എൻ്റെ അച്ഛൻ്റെ കൈയും പിടിച്ചാണ് ഞാൻ സ്കൂളിൽ ആദ്യം പോയിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു അന്നൊക്കെ. ഇന്നത്തെ കുട്ടികളെ പോലെ അല്ലല്ലോ. അന്ന് നമുക്ക് കളിയും ചിരിയും പാട്ടും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഇവിടെ പുതിയ 1ാം ക്ലാസ്സിലോട്ട് പോകുന്ന കുട്ടികൾക്ക് ബാഗ്, ബുക്ക്, കുടയൊക്കെ കൊടുക്കുന്നുണ്ട്. അതെല്ലാ വർഷവും അവിടെ കൊടുക്കുന്നതാണ്. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. പുതിയ കുട്ടികൾക്ക് എന്ത് ഹാപ്പി ആയിരിക്കും എന്നറിയാമോ. പുതിയ സാധനങ്ങളൊക്കെ കിട്ടും, എല്ലാ കുട്ടികൾക്കും കൊടുക്കും കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് സ്കൂളിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് അതൊക്കെ. പിന്നെ ഫുഡുണ്ട് അവിടെ. നമ്മളൊക്കെ കഞ്ഞിയും പയറുമില്ലേ കുറിച്ച്, പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് നല്ല ചോറും സാമ്പാറും അങ്ങനെ ഒരുപാട് കൂട്ടാനൊക്കെ കൊടുക്കും. പിന്നെ ആഴ്ചയിലൊരിക്കൽ പാലുണ്ട്, ആഴ്ചയിലൊരിക്കൽ മുട്ടയുണ്ട്. അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സാണ് ഇതൊക്കെ. അവർ എൻജോയ് ചെയ്യുകയാണ്, അവർ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യണം. അവർ സന്തോഷം കണ്ടോ, ഇത്രയും ദിവസം കാണാത്തതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. എന്നിട്ട് ക്ലാസ്സിലോട്ട് കൊണ്ടുപോവുകയാണ്. അവർ പുതിയ ക്ലാസ്സിലോട്ടുള്ള ഓട്ടമാണത്. അങ്ങനെ ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതല്ല ക്ലാസ്, നാളെ മാറ്റുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഒന്ന് ഇരുത്തിയതാണ്. അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ബാക്കിൽ പോയി ഇരിക്കുന്നുണ്ട്. അവർ എൻജോയ് ചെയ്യണം. അവർക്ക് എന്താ ഇത്രയും ദിവസം 2 മാസത്തെ കാണാൻ പറ്റാത്തതിൻ്റെയൊക്കെ സന്തോഷം അവർ ഒരുമിച്ച് തീക്കുകയാണ്. ഇന്നത്തെ ദിവസം വെറും എൻജോയ്മെൻറ്റ്. ഞാനും മൊത്തം ഇരുന്നു. അവിടെ ഉച്ചവരെ ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ. അങ്ങനെ മൊത്തം കഴിഞ്ഞിട്ട് അവനെ വിളിച്ചിട്ടാണ് വീട്ടിൽ പോയത് തന്നെ. അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ സ്കൂൾ. LP സ്കൂളാണ്. 4ാം ക്ലാസ് 1 മുതൽ LKG തൊട്ട് PKG തൊട്ടുണ്ട് കേട്ടോ. PKG, LKG, UKG, പിന്നെ 4ാം ക്ലാസ് വരെ ഉണ്ട്. നന്നായിട്ട് അവിടെ പഠിപ്പിക്കും. നല്ല ടീച്ചർമാരാണ്, നല്ല ഹെഡ് മാസ്റ്ററാണ്, നല്ലൊരു അന്തരീക്ഷമാണ് സ്കൂളിൽ. പിന്നെ എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് വരുന്നില്ല, വിളിച്ചിട്ടും വരുന്നില്ല. അവന് കളിക്കണം. അവിടെ കുറേ കുട്ടികളുണ്ട്. അങ്ങനെ ബലൂണും വെച്ച് കളിയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ യാത്ര പറയാണ് ഫ്രണ്ട്സിൻ്റെ. പിന്നെ അവിടെ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കറി എന്തൊക്കെ? ചോറ്, പരിപ്പ്, പപ്പടം, അച്ചാർ, കിച്ചടി, അവിയൽ. ഇന്ന് അടിപൊളി സദ്യ പോലെ ആയിരുന്നു ഇന്നത്തെ സ്കൂളിലെ ആഹാരം. അവൻ അവിടെ നിന്ന് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് രക്ഷകർത്താക്കൾക്കും ചോറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അവൻ വരുന്നില്ല, അവന് വീട്ടിൽ വരണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് കളിച്ചാൽ മതി, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നാളെ തൊട്ട് ക്ലാസ്സൊക്കെ ആയിരിക്കും. ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൻ ഹാപ്പിയാണ്. നമുക്ക് പിള്ളേരുടെ സന്തോഷമല്ലേ ഏറ്റവും വലുത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സി യു.